ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളതെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഒരു കാഴ്ച കണ്ടു. നമ്മളെ ജപ്പാൻ വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട്. അപ്പം അതൊന്ന് നോക്കി നമുക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചിങ്ങനെ പോവായിരുന്നു. കാരണം നല്ലോണം വെള്ളം പോകുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം ചൂട് സമയം ഒരുപാട് ആൾക്കാർ വെള്ളം കിട്ടാണ്ട് എന്താ പറയുക ബുദ്ധിമുട്ടുന്ന ടൈമല്ലേ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീച്ചപാടെ കണ്ട കാഴ്ച ഇതാ, വെള്ളം പൊട്ടി ഒരുപാട് വെള്ളം ഇങ്ങനെ വേസ്റ്റായി പോകുന്നത്. നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, ദൂരമൊന്നുമല്ല, കുറച്ച് അടുത്ത് തന്നെയാണ്. മെമ്പറെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെക്കൊണ്ട് പറ്റിയാൽ അവർക്ക് എങ്ങനെയാണ് ക്ലിയറാക്കി അവരല്ലേ ശരിയാക്കേണ്ടത്. അങ്ങനെ ആ മെമ്പറെ വിളിച്ച് ഞാൻ കാര്യം സൂചിപ്പിച്ച് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മെമ്പർ പറഞ്ഞ് ഫോട്ടോ ഒന്ന് അയച്ചാന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെയുള്ളൊരു അടപ്പ് തെറിച്ച് പോയതാണെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ നമ്മളെ കുപ്പീൻ്റെ മൂടിയില്ലേ, അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, നടക്കുന്നില്ല. പിന്നെ ഒരു ബുദ്ധി ചെയ്തു. കുപ്പീൻ്റെ മൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു തുണിയൊക്കെ കെട്ടിച്ച് തുണിയൊക്കെ എടുത്തുകൊണ്ടെന്ന് ഒരു കുപ്പി മൂടി അമർത്തിപ്പിടിച്ച് കുറച്ച് കഷ്ടപ്പെട്ടില്ല, എന്നാലും പ്രശ്നമില്ല. വെള്ളം കുറച്ചൊരു നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമല്ലേ. കാരണം ഇങ്ങനെയും വെള്ളം വേസ്റ്റായി പോകുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടമില്ല. രാവിലെ തന്നെ കണ്ട കാഴ്ചയിൽ സങ്കടം തോന്നിയ കാഴ്ച ചെയ്താൽ. കാരണം വെള്ളം ഒരുപാട് വേസ്റ്റായി പോയില്ലേന്ന്. അങ്ങനെ ഞാൻ തുണിയെല്ലാം തിരികെ നോക്കിയേ, നടക്കുന്നില്ല. റോഡ് സൈഡാകുമ്പം രാവിലെ തന്നെ റോഡ് സൈഡായി പോന്നാളും വരുന്നാളെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ എന്താക്കി, അടപ്പ് അവിടെ അമർത്തി വെച്ച്. ഇപ്പം വെള്ളം പോകുന്നുണ്ട്, പക്ഷെ ആദ്യത്തേനെക്കാട്ടിയും അത്ര സ്പീഡിലില്ല, കുറച്ച് കുറവാണ്. അത്രയെങ്കിലും വെള്ളം വേസ്റ്റ് ആകാണ്ടൊന്നുമില്ലേ. നമ്മളെക്കൊണ്ട് ഇത്രയല്ലേ ചെയ്യാൻ കഴിയും.